ഇത് കൃഷ്ണപുരം ഗ്രാമം. ഗുരുവും വായുവും ചേർന്ന് ഭഗവാൻ കൃഷ്ണനെ ഗുരുവായൂരിൽ പ്രതിഷ്ഠിക്കുന്നതിനും ദശാബ്ദങ്ങൾക്ക് മുമ്പ് ദേശിംഗനാട്ടിലെ ഗോശാലയിൽ ബാലഗോപാലൻ സർവശക്തനായി കുടിയിരുന്നുവെന്നതും ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ കൃഷ്ണ സാന്നിധ്യം ഇവിടെയായിരുന്നുവെന്നതും സങ്കല്പം. പക്ഷേ ക്ഷേത്രത്തിൻ്റെ ഭരണാവകാശത്തെ ചൊല്ലിയുള്ള തർക്കം ഇന്ന് നാട്ടുകാരെയും ചില ദുഷ്ടഗതിക്കാരായ ക്ഷേത്ര ഭരണകർത്താക്കളെയും ഇരുചേരിയിലാക്കിയിരിക്കുന്നു. പരിണതഫലമോ വിളക്കുവയ്പും പൂജയും മുടങ്ങി ക്ഷേത്രവാതിൽ താൽക്കാലികമായി കൊട്ടിയടയ്ക്കപ്പെട്ടിരിക്കുന്നു. കോടതി ഉത്തരവ് പ്രകാരം അഷ്ടമിരോഹിണി നാളിൽ ക്ഷേത്രനട തുറക്കുമ്പോൾ അന്തിമ വിജയമാർക്ക്? ചൂഷണവർഗത്തിനോ ചൂഷിതവർഗത്തിനോ? രണ്ടാം അംഗത്തിനുള്ള പടപ്പുറപ്പാട് ഇവിടെ തുടങ്ങുകയായി. അല്ല എന്റെ കൃഷ്ണ, എന്താ ഞാൻ ഈ കാണുന്നത്? നാട്ടില് ഭൂകമ്പം ഉണ്ടായാലും ബോധത്തിന്റെ പടിയിറങ്ങാത്ത യശോദാമയാണോ ഇത്? എന്തിനാ പടിയിറങ്ങണേ? ആരെ കാണാനാ? കാണണ്ടാണ് ഇതിനകത്തിരുത്തി പടി അടച്ചിരിക്കല്ലേ. യശോദാമയുടെ കാര്യമായി പറയണേ? എന്റെ ബാലഗോപാലന്റെ, അല്ലാതെ ആരുടെയാ? ഓ, ഭഗവാന്റെ കാര്യാണോ? നട അടച്ചു പൂട്ടി സീല് വെച്ചത് കോടതിയല്ലേ, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? പൂട്ടിയതാണോ? പൂട്ടിച്ചതല്ലേ ഇവിടത്തെ കുറെ അസുരഗണങ്ങള്. ഇതൊക്കെ പറയാൻ കണ്ട നേരാണോ ഇത്? യശോദാമയ്ക്ക് ബാലഗോപാലിനെ കാണണമെങ്കിൽ ആവാലോ. അഷ്ടമിരോണിക്ക് നട തുറക്കല്ലോ, അങ്ങനെയല്ലേ കോടതി ഉത്തരവ്. യശോദാമ ഇങ്ങോട്ട് വന്നേ, കെട്ട് കഴിഞ്ഞ് സദ്യ ഉണ്ടേ പോകാവൂ. ആ ഇതാരാ? അല്ല, ഇവരെ ആരാ ക്ഷണിച്ചത്? ഓ, കെട്ട എന്റെ മോളുടെയോ അതോ നിന്റെ കെട്ടിയോളുടെയോ? നാട്ടുകാരെയൊക്കെ വിളിച്ച് അല്ലേ ടൂട്ടാൻ ഇതെന്താ നേർച്ചയാ? ഓവന്റെ ഒരു യശോദാമ. ഇനി ഉണ്ടോ നിന്റെ വക ക്ഷണങ്ങള്? പോ. യശോദാമ ഇതിലേ പോടോ. എവിടെ പോയി അവള്? പറയാൻ എനിക്കറിയില്ല. സാരി മാറാനാണെന്ന് പറഞ്ഞ് മുറി കയറി വാതിലടച്ചത്. എനിക്കറിയാം. എന്നിട്ട് നാടകം കളിക്കുന്നു. പറയണേ, ഏതോ ഒരുത്തന്റെ കൂടെ അഴിഞ്ഞാടി നടന്നിട്ട് കാൽ കാശിന് ഗതിയില്ലാത്തൊരുത്തനെ കെട്ടിച്ചു കൊടുക്കാൻ വക്കാലത്ത് പറഞ്ഞോളാം ഇവള്. ആകെയുള്ളത് ഒന്നാ, അതിന്റെ മനസ്സറിയണ അച്ഛനമ്മമാര്. എന്നിട്ടിപ്പോ കണ്ടെത്തി കൊണ്ടുവന്നിരിക്കുന്നു വകയ്ക്ക് കൊള്ളാത്ത ഒരുത്തനെ. വകയ്ക്ക് കൊള്ളണ്ടടി, പക്ഷെ അവന്റെ കയ്യില് പണമുണ്ട്, പണം. അതേ ഞാൻ നോക്കിയുള്ളൂ. ഞാൻ തോറ്റൂന്ന് കരുതണ്ട. എവിടെ പോയി ഒളിച്ചാലും അവളെ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ കെട്ടി നടത്തും. ഞാൻ നോക്കിക്കോ. എന്തോ അങ്ങോട്ട് ഏൽപ്പിച്ച പെണ്ണ എപ്പ എത്തിന്ന് ചോദിച്ചാ പോരെ? ചെക്കൻ കൂട്ടർ അറിയുന്നതിന് മുമ്പ് ചന്ദ്രേട്ടൻ പന്തലേക്ക് ചെന്നു. ആരും പിടികൊടുക്കണ്ട, ഓടിക്കോ. എല്ലാം പൊട്ടിക്ക്. ഞങ്ങളാ പേടിത്തൊണ്ടന്മാര് മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞല്ലോ. എത്ര ദിവസം കുടിക്കാനുള്ള വകയാ പോയത്? പൂങ്കടി, പൂങ്കടി, ഞാനിവിടെ ഉണ്ട്. അല്ല, നീ എന്തിനാ കുറ്റിക്കാട്ടി വിളിച്ചത്? അവള് പോലീസിനെ പേടിച്ച് ഓടിയതായിരിക്കും. പോലീസ് ഒന്നും പറഞ്ഞു ഓടിയത് അവന്മാരല്ലേ. മൂത്തു വന്ന സാധന കിടക്കണ കണ്ടില്ലേ? എനിക്കെന്താ, മുതല് പോയത് അവന്മാർക്കല്ലേ. എനിക്ക് എന്റെ തറവാടക മാത്രം കിട്ടിയാ മതി. ആ, നിങ്ങൾ എന്തിനാ വന്നേ? നമ്മുടെ പൂവന്തോട്ടത്തെ ചന്ദ്രേട്ടന്റെ മോളല്ലേ മാളു, അവൾ ഒരുത്തനോട് ഒളിച്ചോടി പോയി. അയ്യോടാ. ആ, ചെക്കൻ പന്തലെത്തിയതും പെണ്ണു മുങ്ങി. അവളെ തപ്പാൻ ഇറങ്ങിയതാ. കൂട്ടത്തിൽ നിന്നെയും കൂട്ടാന്ന് വെച്ചു. അതിനെവിടാന്ന് വെച്ച് കണ്ടുപിടിക്കും? അതൊക്കെ കണ്ടുപിടിക്കാൻ ദിവ്യദൃഷ്ടിയുള്ള അസുരൻ നമ്മുടെ കൂട്ടത്തിലില്ലേ? അതാരാ? നമ്മുടെ പാർത്തൻ. അല്ലാതാര്? എന്നിട്ട് പാർത്തേട്ടൻ എവിടെ? ആവനാഴിയിൽ അമ്പുകളുമായി നിൽപ്പുണ്ട് മേലെ കാവിൽ ഉത്സവപ്പറമ്പില്. അതിലൊരു അമ്പെടുത്ത് തൊടുത്താ പോലെ കുറിക്ക് കൊള്ളൂലേ. പച്ചയിൽ വെച്ച പണം പാർത്തന്. പോരട്ടെ പോരട്ടെ, മതി മതി. ഇതെല്ലാം കൂടി താങ്കൊണ്ടായാലേ എന്റെ കച്ചവടം പോട്ട്. ആ സ്ഥലം വിട്, സ്ഥലം വിട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ചേട്ടാ? കാശ് കൊടുത്ത് മേടിച്ച് ആവനാഴിയിലെ രണ്ടമ്പ് കൂടി ബാക്കിയിരിക്കല്ലേ, അത് തീരാതെ എങ്ങനെയാ? ആ, 1 വെച്ച 2 കിട്ടും, 2 വെച്ച 4 കിട്ടും. കാശ് വെച്ച കാശ് കിട്ടും, നോക്കി നിന്ന വടി കിട്ടും. ആ, 4 കളങ്കാലി. പച്ച പാർത്തന്റെ നിറമാണെങ്കിൽ മഞ്ഞ ആരുടെ നിറമാണെന്ന് അറിയോ ചേട്ടാ? മൈലാപ്പള്ളി നടേശന്റെ അല്ല, ഭഗവാൻ കൃഷ്ണന്റെ. കുരുക്ഷേത്ര യുദ്ധത്തിൽ പാർത്തന് അസ്ത്രം തുടക്കാൻ ധൈര്യം കൊടുത്തത് ആരാ? കൃഷ്ണൻ. എന്റെ കൃഷ്ണ, നിന്നോട് എനിക്ക് യാതൊരു ഭക്തിയില്ലെങ്കിലും നിന്റെ മഞ്ഞ നിറത്തിനോട് എനിക്കൊരു ആസക്തിയുണ്ട്. ഒപ്പം നിന്നോണേ സഹോദര, തറക്കിക്കും.
പടയോടെയാണല്ലോ വരവ്. നീ വേഗം വാ, നമുക്ക് സ്ഥലം വരെ പോണം. എങ്ങോട്ട്? അതൊക്കെ പറ, നീ വാ. നീ പോടെ, ഒരു കളിയും കൂടി ബാക്കിയുള്ളൂ. നീ ഇത് കണ്ടോ? അത് കഴിഞ്ഞാവട്ടെ. ഓ, അതിനൊന്നും സമയമില്ല. ഇത് അതിനേക്കാൾ വലിയ കളിയാ. എന്ത്? നീ ഇങ്ങ് വന്നേ. ഓ, അത്രേ ഉള്ളു. നിസ്സാരം. ചന്ദ്രപ്പന്റെ മോളുടെ കല്യാണം കൃത്യസമയത്ത് തന്നെ നടക്കും. അല്ലെങ്കിൽ ഈ പാർത്ഥം നടത്തിക്കും. അതിനു മുമ്പ് ഈ പാർത്ഥാസ്ത്രം ഒന്ന് തീർത്തോട്ടെ മോനെ. നിങ്ങളുടെ മാറേ സഹോദരൻ ഒന്ന് കറക്കിക്കോ. സുലൈമാനെ, നിറവേതാ? അടിമത്വത്തിൽ നിന്നും ഉയർത്തെണീറ്റ പട്ടിണി പാവങ്ങളുടെ നിറം ആരാ? എന്തു വേണം? ഞങ്ങളൊരു പെണ്ണിനെ പൊക്കാൻ വേണ്ടി വന്നതാ. ആ ഏർപ്പാട് ഇവിടെ ഒന്നുമില്ല, അത് കുറച്ച് ദൂരെയാ. ഞങ്ങൾക്ക് ഞങ്ങളുടെ പെണ്ണിനെയാ വേണ്ടത്. പൂവന്തോട്ടത്തെ ചന്ദ്രപ്പന്റെ മോള് മാളു. പൂവന്തോട്ടത്തെ ചന്ദ്രപ്പന്റെ മകള് മാളു അങ്ങനെ ഇവിടെ കാണുന്നു. പൂവന്തോട്ടത്തെ ചന്ദ്രപ്പന്റെ മകൾ മാളു അങ്ങനെ ഇവിടെ കാണുന്നെന്ന് ഇവിടെയല്ലേ കാണൂ. ഇവിടെ കുഞ്ഞിക്കാതന്റെ പുതുമണമായിട്ട് റസിയുണ്ട്. എന്താ കാണണോ? അപ്പൊ കാര്യങ്ങൾ അവിടം വരെ എത്തിയില്ലേ? എന്തായാലും സുലൈമാനെ നമുക്ക് പുതുമണവാട്ടി ഒന്ന് കണ്ടിട്ട് തന്നെ പോവാം. അതിനു മുമ്പ് ഞമ്മക്ക് കുഞ്ഞിക്കാതറിനെ ഒന്ന് കാണണ്ട മോനെ. അതല്ലേ അതിന്റെ ശരി എന്റെ പാത്ത. എങ്കിലും വെളി മോനെ. ഞാനാ കുഞ്ഞിക്കാതർ. എടേ പയ്യൻസ്, നീ ആള് കൊള്ളാമല്ലോ. വിവാഹത്തിന് ആളുകളെ ക്ഷണിച്ചു വരുത്തി ചെക്കനെ പന്തലിരുത്തിയിട്ട് ഇങ്ങനെ ഒരു ചെറ്റത്തരം കാണിക്കാൻ പാടില്ലായിരുന്നു. ആ പെണ്ണിനെ ഓർത്ത് കണ്ണീരൊഴുക്കുന്ന ഒരച്ഛനും അമ്മയും ഉണ്ട് അവിടെ. പൂങ്കുടി, കൊണ്ടുപോകരുത്. ഞാൻ അവളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി. പിന്നെ ഇതേ വഴി കണ്ടുള്ളൂ. കൊണ്ടുപോകരുത്. പറ്റില്ല ഉണ്ണി, കൊണ്ടുപോയേ പറ്റൂ. കാരണം ഇത് പാർത്ഥൻ കൊടുത്ത വാക്കാ. ഞങ്ങളുടെ ഫോണിൽ കയറി ഒരു പെണ്ണെ തട്ടിക്കൊണ്ടോ ധൈര്യമുള്ള ആരാണ്? കൂടെ പഠിക്കുന്ന ശ്വാസം കൊണ്ടു കൊടുക്കാൻ പാർത്ഥനെ ഏൽപ്പിച്ചിരിക്കുന്നത്. കൊണ്ടുപോയേ പറ്റൂ. സുലൈമാനെ, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. കലക്കിക്കോണം. അതൊക്കെ ഞാൻ ഏറ്റു. കുമടി, അവളെ വിളിച്ചോ. ചെക്കൻ കൂട്ടർ അറിഞ്ഞിട്ടില്ല. കോഴി വിളിക്കാതെ ആണോ? എന്നാ അവരോട് കേക്കട്ടെ. എന്തൊരു പറ്റി ചന്ദ്രപ്പ? ഒന്നുമില്ല. കല്യാണത്തിൽ എത്തേണ്ട ഒരു കാരണവരെ എത്തിയില്ല. അയാളെ കണ്ടു കിട്ടിയെന്ന് പറയായിരുന്നു. മോളിരിക്കെ കെട്ടിവേണം. ഏതായാലും ചേട്ടൻ ഭാഗ്യവാനായിട്ടാ. മോളെ കണ്ടില്ല എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കുന്നില്ലേ? ഞങ്ങൾ ചുറുചുറുക്കുള്ള ആമ്പിള്ളേരിലെ ചേട്ടാ അവിടെ പൊക്കിക്കൊടുന്നില്ലേ? പെണ്ണിനെ കണ്ടില്ലെന്നോ? നിങ്ങൾ എന്താണ് ഈ പറയണത്? അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഈ പെണ്ണിനെ കാമുകർക്ക് തട്ടിക്കൊണ്ട് പോയിരിക്കും. അറിയാത്ത കാര്യങ്ങൾ നീയായിട്ട് എന്തിനാ വിളിച്ചു പോകുന്നത്? കാമുകന്റെ വീട്ടിൽ ഒളിച്ചിരുന്ന പെണ്ണിനെയാണ് നമ്മൾ തട്ടിക്കൊടുന്നതെന്ന് അറിഞ്ഞാൽ പിന്നെ പെണ്ണിന്റെ കഴുത്തിൽ ആരെങ്കിലും താലി കിട്ടുമോ? ഇത് തന്നെയല്ല ഞാനും പറഞ്ഞത്. നിങ്ങൾ എന്താണ് ഈ പറയണത്? കണ്ണി കണ്ട കാമുകന്റെ കൂടെ ഒളിച്ചോടി പോയ പെണ്ണിനെ എന്റെ മോനെ തലയെ കെട്ടിവെക്കാന്ന് കരുതിയോ? അയ്യോ, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെയാണോ? ചേട്ടൻ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. കല്യാണം കഴിഞ്ഞാൽ വീട്ടിൽ പോയി ഇറങ്ങിന്നല്ലാതെ ഒന്നും നടന്നിട്ടില്ല. അതിനുള്ള സമയം കിട്ടിയിട്ടില്ല. താൻ എന്താ കൂതറ തന്തയാടോ? എടാ സോണ, വാ ഇറങ്ങി. എന്തിനാ? ഇനി ഇവിടെ നിന്ന് നമ്മൾ നാറും. എല്ലാരും വരി. പതുക്കെ പൊക്കി എടുത്ത് അപ്പുറത്തോട്ട്. ചേട്ടൻ വിഷമിക്കാതെ വിട്ടുപോട്ടെ. എന്റെ ചന്ദ്രേട്ടാ, കഴിഞ്ഞത് കഴിഞ്ഞു. നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ മാളൂട്ടിയുടെ താലികെട്ട് നടത്തി തരുന്ന വാക്ക് പറഞ്ഞതല്ലേ? അത് നമ്മൾ നടത്തും. നടത്തുന്നോ? എങ്ങനെ? അതിനാരാ ചക്കൻ? അതൊന്നും ചന്ദ്രേട്ടൻ അറിയണ്ട. ചന്ദ്രേട്ടൻ ഒരു വാക്ക് മൂളിയെ മാത്രം മതി. ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റു. രക്ഷപ്പെട്ടാ മതി എനിക്ക്. എങ്കിൽ മുഹൂർത്തം തെറ്റിക്കണ്ട. സുലൈമാനെ, ചെക്കൻ റെഡിയല്ലേ? ചെക്കൻ എപ്പോഴേ റെഡിയാണ്. എങ്കിലും ഇങ്ങോട്ട് വിളിക്കുമോ? ഇതാണ് ചെക്കൻ. ചന്ദ്രേട്ടന് ബോധിച്ചോ? ആരാണ് ഈ ചക്കൻ? ചന്ദ്രേട്ടൻ കണ്ടിട്ടില്ല എന്നേ ഉള്ളൂ. ഇവന്റെ കൂടെയാണ് മോൾ ഒളിച്ചോടി പോയത്. ഇവക്ക് ഇവനെയും അവൻ ഇവിടെ ഇഷ്ടമാ. പരസ്പരം ഇഷ്ടപ്പെടുന്നവരെ തമ്മിലൊന്ന് കൂട്ടി യോജിപ്പിച്ചൂടെ എന്റെ ചന്ദ്രേട്ട? അതിനോട് ആർക്കെങ്കിലും വിരോധമുണ്ടോ? ഉണ്ട്. നാട്ടു നടപ്പിന് വിരുദ്ധമായി ഈ കെട്ട് നടത്തുന്നതിൽ എതിർപ്പുണ്ട്. തന്റെ എതിർപ്പ് അല്ല, താഴത്ത് പോയി പറയാൻ. എതിർപ്പ് എനിക്കല്ല. പിന്നെ എനിക്ക് എതിർപ്പുണ്ട്.
ഈ ക്ഷേത്രത്തിലെ ചിരകാല സെക്രട്ടറിയും ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും അതിലുപരി ഈ ചുറ്റിക്കളി കല്യാണത്തിന് ചുക്കാൻ പിടിക്കുന്ന ഇവന്റെ മാതുലനും അതായത് അമ്മാവനുമായ ഈ പറക്കോട്ട് ഫൽഗുനൻ തമ്പിയായ എനിക്ക് എതിർപ്പുണ്ട്. അതിന് അമ്മാവൻ എന്തിന് എതിർപ്പ്? കല്യാണം ചന്ദ്രേട്ടന്റെ മോളുടെ അല്ലേ? കല്യാണം ചന്ദ്രപ്പന്റെ മോളുടെയാ. പക്ഷേ ഹിന്ദുക്കൾ മാത്രം ആരാധിക്കുന്ന പരിപാവനമായ ശ്രീകൃഷ്ണ ക്ഷേത്രമാണിത്. അതിനെന്താ, നമ്മളൊക്കെ ഹിന്ദുക്കളല്ലേ? അല്ലല്ലോ. ചെക്കനെ കുറിച്ച് അവൻ വാദോരാതെ സംസാരിച്ചല്ലോ. ചെക്കന്റെ പേര് പറഞ്ഞോ? ഇല്ലല്ലോ. എന്നാ ഞാൻ പറയാം, കോയ മനസ്സിലിൽ കുഞ്ഞിഖാദർ. നിർത്താൻ. ഇനി ഊത്തിയാൻ ചവിട്ടി ഓടിക്കും, പറഞ്ഞേക്കാം. സ്വന്തം മോള് മതം മാറി സ്നേഹിച്ചാടുന്ന പോലും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ ചന്ദ്രപ്പ. താനിത് എവിടുത്തെ തന്തയാടോ? ഇനി കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് നിങ്ങളാ. പരിപാവനമായി തിരുമുറ്റത്ത് വെച്ച് കൃഷ്ണ 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 ഈ കല്യാണം നടത്തണോ? ഈ മുറ്റത്ത് വെച്ചെന്നല്ല, ഈ കല്യാണം തന്നെ നടത്താൻ ഞാൻ സമ്മതിക്കില്ല. അതിന് നിങ്ങളുടെ സമ്മതം ഒന്നും ആവശ്യമില്ല. അവര് തമ്മിൽ ഇഷ്ടത്തിലാണെങ്കിൽ ഈ കല്യാണം ഇവിടെ വെച്ച് തന്നെ നടത്തും. നീ നടത്തൂ. വിളക്ക് വെപ്പും പൂജയും ആരാധനയൊന്നും ഇല്ലാതെ ഈ ക്ഷേത്രം ഇങ്ങനെ പൂട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കുറെ ആയില്ലേ? ഈ മുറ്റവെപ്പ് വെറും ഒരു പുറമ്പോക്ക് ഭൂമിയാ. ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും ആടുമാടുകൾ മേഞ്ഞു കിടക്കുന്ന ഇവിടെയല്ലേ? അവരുടെ കുട്ടികളെ വൈകുന്നേരം കഴിഞ്ഞാൽ പന്ത് കളിക്കുന്ന ഈ മുറ്റത്തല്ലേ? അതിനൊന്നും നിങ്ങളുടെ ഭഗവാനെ വരെ അനിഷ്ടമില്ലെങ്കിൽ പിന്നെ കല്യാണം ഇവിടെ വെച്ചിരുന്നെന്താ? അനിഷ്ടമില്ലെന്ന് ആര് കണ്ടു? അതിന്റെയൊക്കെ ഫലമാ പൂജയും വിളക്കുവെപ്പില്ലാതെ ക്ഷേത്രം പൂട്ടിക്കിടക്കുന്നത്. അത് ഭഗവാന്റെ അനിഷ്ടം കൊണ്ടൊന്നുമല്ല. ക്ഷേത്ര ഭരണാവകാശം നാട്ടുകാർക്ക് അവകാശപ്പെട്ടതാണെന്ന് എഴുതി വെച്ചിട്ടുള്ള ചരിത്ര രേഖകൾ പൂഴ്ത്തിവെച്ച് ഏകാധിപത്യ ഭരണം നടത്തി കട്ടുമുടിച്ചതിന്റെ ഫലമാ ആ കേസായി കോടതി നടക്കുന്നത്. ഈശ്വരനില്ല എന്ന് പറഞ്ഞു കിടക്കുന്ന നിരീശ്വരവാദിയ നിന്റെ ജൽപ്പനങ്ങൾക്ക് ഈ ജനം പുല്ല് വില കൽപ്പിക്കുന്നില്ല. എന്തായാലും ക്ഷേത്ര സെക്രട്ടറി എന്ന നിലയ്ക്ക് ഞാനിത് അനുവദിക്കുന്ന പ്രശ്നമില്ല. വേണ്ട, അനുവദിക്കണ്ട. ഇവരുടെ വിവാഹമാണ് നടക്കേണ്ടത്. സ്ഥലം ഞങ്ങൾക്ക് ഒരു വിഷയമല്ല. ഇഷ്ടപ്പെടുന്ന രണ്ട് മനസ്സുകളെ തമ്മിൽ ഒന്നിപ്പിക്കാനേ അവരെ ഇഷ്ടപ്പെടുന്ന കുറച്ച് മനസ്സുകൾ മാത്രം മതി. പൂങ്കുടി നിന്റെ വീടിന്റെ മുറ്റത്ത് വെച്ചാക്കിയാലോ? പിന്നെ അപ്പൊ കല്യാണം പൂങ്കുടിയുടെ മുറ്റത്ത് വെച്ച്